ഞാൻ CPM-കാരനാണ്. അതിനുപരി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടി തന്നെയാണ് ഞാൻ. വോട്ട് കൊടുക്കില്ല, ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരണം പറയും. അവർക്കൊരു MP-ക്ക് ഒരു 17 കോടി രൂപയാണ് അനുവദിക്കുന്നത്. അതുപോലെ നേരാവണ്ണം അവർ വിനിയോഗിച്ചിട്ടില്ല. മെയിനായിട്ട് യുവജനങ്ങൾക്ക് ജോലി സാധ്യത, അതാണല്ലോ ഏറ്റവും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതിന് ഉതകുന്ന ഒരു പാർട്ടി. ചുമ്മാ വെറുതെ വോട്ട് ചെയ്യാന്നിട്ട് രാജ്യത്ത് തമ്മിലടി. ഇതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്, പക്ഷെ കൊടുത്തിട്ടും കാര്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്കൊരു ലീവ് എടുത്ത് പുറത്ത് പോയി ഒരു 5 വർഷം സമ്പാദിച്ചിട്ട് വരാമെന്നുള്ളൊരു ഫീല് വന്ന് തുടങ്ങി. കടക്ക് പുറത്ത് അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, ഹിസ് ഓൺ ടേംസ്, ലെറ്റ് ഹിം റൂൾ. നമസ്കാരം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനും BJPയുടെ NDA സ്ഥാനാർത്ഥി TN സരസുവുമാണ് ഇവിടെ മത്സരിക്കുന്നത്. എന്തായാലും ആലത്തൂരിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് പരിശോധിക്കാം. രാഷ്ട്രീയക്കാരുടെ LDF-ന് അനുകൂലമാണെന്ന് തോന്നണം. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? അത് മികച്ചതാണ്, കുഴപ്പമൊന്നുമില്ല. നിലവിലെ MP-യുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? മോശമാണ്. ജയിച്ചു പോയതിന് ശേഷമുള്ള അവരുടെ പ്രവർത്തനം ഭയങ്കര മോശമാണ്. ആ പ്രതീക്ഷയ്ക്ക് ഇത് വരുന്നില്ല. മാറ്റം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്കിവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയാണ് ഒന്നാമത്. പിന്നെ ഇവിടെ ഗവൺമെൻറ് ആശുപത്രികളുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. ഇതിനെയൊക്കെ നല്ല രീതിയിൽ നോക്കേണ്ടത് MP എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവരതൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അതന്നെ പ്രശ്നം, അതന്നെ മെയിൻ പ്രശ്നം. അതൊക്കെ ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. അതൊക്കെ ബാധിക്കുമല്ലോ, അതൊക്കെ ബാധിക്കും. അതെ, കേരളത്തിന് യൂസ്ഫുള്ളായിട്ടുള്ള ഒരാൾ വരണം എന്നാണ്. മെയിനായിട്ട് യുവജനങ്ങൾക്ക് ജോലി സാധ്യത, അതാണല്ലോ ഏറ്റവും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതിന് ഉതകുന്ന ഒരു പാർട്ടി വരിക എന്നുള്ളതാണ്. എംപിയുടെ പ്രവർത്തനം ഇത്തിരി മോശമായതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു പഴയ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണല്ലോ, അത് നിലനിർത്തുന്നതാണ് തോന്നുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ശരാശരി. പ്രതീക്ഷകൾ ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അക്കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇല്ല. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അത് വളരെ മോശമായിട്ടാണ് കാണുന്നത്. കാരണം ഏത് മേഖലയെടുത്താലും പരാജയമാണ്. അവർ പിന്നെ മന്ത്രിമാരായാലും വകുപ്പുകളായാലും ഉദ്യോഗസ്ഥന്മാരായാലും ഏത് മേഖല എടുത്താലും ഈ ഗവൺമെൻറ് 100% പരാജയമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും. അത് ഈ ഇലക്ഷനെ ബാധിക്കും? തീർച്ചയായിട്ടും ബാധിക്കും. ഈ വിരുദ്ധ വികാരം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. എന്താ അപ്ലൈ ചെയ്യാൻ? ചെയ്തില്ല, ചെയ്യണം. എങ്കിലും എങ്ങനെയുള്ള സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഒബിയസ്ലി നാടിന് വേണ്ടി നല്ല ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇല്ല, എപ്പോഴും നല്ലതായി പോകണം, അതിനനുസരിച്ചുള്ള പാർട്ടി വരട്ടെ. കടക്ക് പുറത്ത് അത്രേ ഉള്ളൂ. അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? കുഴപ്പമില്ല, ഹിസ് ഓൺ ടേംസ്, ലെറ്റ് ഹിം റൂൾ. എന്തൊക്കെയാ പ്രതീക്ഷ? ഇനിയും നല്ലത് വരുത്തണം, അത്രയേനുള്ളൂ. സംസ്ഥാന പാർട്ടിയും നല്ലതായിരിക്കണം. ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരും നല്ലതായി എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യണം. അത് മുഖ്യമന്ത്രി ഇഷ്ടപ്പെടാൻ കാരണം ചോദിച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യണം എന്നാണ്. രണ്ടാമത്തെ ആദ്യത്തെ വോട്ട് ചെയ്ത ആൾ നല്ല പ്രവർത്തനങ്ങളാണോ ചെയ്തിരിക്കുന്നത്? നിലവിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം ഒരു സ്ഥാനാർത്ഥിക്ക്? കുഴപ്പമില്ല, ഇനി വരുന്നവർ ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു. മാറ്റം ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പഠിക്കും? നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എത്രത്തോളമുണ്ട്? കുഴപ്പമില്ല, ഇനിയും മെച്ചപ്പെട്ട നന്നായിരിക്കും. കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. കൂടുതൽ അവസരങ്ങളൊക്കെ. എന്ത് പറ്റണ്? വീടേ ഇല്ല, ഒന്നുമില്ല. റോഡ് മോശം. ഞങ്ങളുടെ അവിടെ കൊടുവയറ് ഇത്രയും നാൾ ജയിപ്പിച്ചു വിട്ടവരൊന്നും ചെയ്തു തന്നില്ലേ? ഒന്നും ചെയ്തിട്ടില്ല. സഹായം ചോദിച്ചിരുന്നു അവരോടൊക്കെ? ചെയ്യാന്ന് പറയുന്നുണ്ട്, ചെയ്യണ്ടേ? വോട്ട് ചോദിച്ചു വരുന്നവരോട് എന്താ പറയുക? അവര് പറയണത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാന്ന്. ഇപ്രാവശ്യം അവർ വരുമ്പോൾ എന്ത് ചോദിക്കും ചേച്ചി? വോട്ട് കൊടുക്കില്ല, ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരണം പറയും. നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാൻ ബസ് വന്നു, ഞാൻ പോണു. വോട്ട് ആലത്തൂർ.
എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യം? സാഹചര്യം രാധാകൃഷ്ണനാണ് ജയിക്കുന്ന ഒരു അവസ്ഥ സാധ്യത. ഈ സംസ്ഥാന സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം? സംസ്ഥാന സർക്കാരിന് പറഞ്ഞാൽ അതിപ്പോൾ പിണറായി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ഇവിടെ തനിയെ ഇവർക്ക് ഭരിക്കാൻ കഴിയില്ലല്ലോ, കേന്ദ്രത്തിനും കൂടി സഹായം വേണ്ട. ഈ പെൻഷനൊന്നും കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ കുടിശ്ശിക കൊടുക്കാൻ വെച്ചു, 2 മാസം ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അതിൻ്റെ ആയിട്ടുള്ള രീതികളുണ്ടാവുമല്ലോ. സർക്കാരുമാർക്ക് ഇലക്ഷനായപ്പോൾ കടന്ന് ഇതാവുണ്ട്, ഇലക്ഷൻ ചെയ്യില്ല ഞങ്ങൾ. പെൻഷനുള്ളതൊക്കെ പാവപ്പെട്ടവർക്ക് അതുള്ളതല്ലേ, അതില്ലാണ്ടാക്കിയാലേ അങ്ങനെ പഴക്കി ഞങ്ങളൊക്കെ അതാണ് പറയുന്നത്. സർക്കാരിനോട് എന്താ ചോദിക്കാനുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളെ ഈ ഒറ്റയ്ക്കുള്ളവർക്ക് പെൻഷൻ തരാ പറഞ്ഞിട്ട് തന്നിട്ടില്ല. അപ്പം ഇനി ഞങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ വേണ്ട നിൽക്കില്ല. അങ്ങനെയുള്ളവർ പറഞ്ഞാൽ ഇയാളാണ് അവിടെ നിൽക്കണിപ്പോൾ എമ്മിയ. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ വന്നിട്ടില്ല പറയുന്നുണ്ട്. ഇന്നലെ ബാങ്കിൽ പോയപ്പോൾ ഒന്നോ നാളെയായിട്ട് വരുന്നറിയില്ല. എരുമൂര് ബാങ്കിലാണ്. പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പണിയുള്ള പൈസയും ഇല്ല, പഞ്ചായത്ത് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല. 10-15 പണിയുണ്ട്, ഒന്നും പൈസ വന്നിട്ടില്ല. പോരാ, സംസ്ഥാനം ഭരിക്കുന്നത് പോരാ, ഒരു മാറ്റം വരണം. മാറി വരട്ടെ, എല്ലാവരും മാറി വരട്ടെ. കേന്ദ്രത്തിന്റെ ഭരണവും കുഴപ്പമില്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കാൻ BJP-നുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. നല്ല ഭരണം, കുഴപ്പമില്ല. ഇവിടെ ആലത്തൂരിലേക്ക് എന്തൊക്കെ വികസനം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? വികസനങ്ങൾ എന്തൊക്കെ വേണം പറഞ്ഞാൽ വികസനങ്ങൾ വേണം. ഇപ്പം എന്താ നമ്മൾ പറയാം, വരട്ടെ. എല്ലാ വികസനം ആര് കാഴ്ചവെക്കുന്നോ അവർ ജയിക്കട്ടെ. അതെ അതെ. പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പ്രതീക്ഷകളൊക്കെ ഒരുപാടുണ്ട്. വന്നവരും മുഴുവനും പ്രതീക്ഷകളൊക്കെ തകർത്തുന്ന ആൾക്കാരാണ്. എന്ത് ചെയ്യാനാണ്? ഒന്നും കിട്ടുന്നില്ല. ആ അതെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, അത്രേ പറയാനുള്ളൂ. ആ അതെ. എവിടെയാണ് ഇലക്ഷൻ വോട്ട്? തരൂർ. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രത്യേകിച്ച് പ്രതീക്ഷയില്ല. വീടോ കാവശ്ശേരി. അപ്പം ഇവിടെ എമ്മിയും രാധാകൃഷ്ണനും ഒക്കെ അല്ലേ മത്സരിക്കുന്നത്? അതെ അതെ. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകളും ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. നമ്മൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടൊന്നുമില്ല. രമ്യ ജയിക്കണം എന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. പറയാൻ ഒരു ബുദ്ധിമുട്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇലക്ഷൻ്റെ പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം അടിപൊളി ഭരണമായതുകൊണ്ട് ജനങ്ങൾക്കിപ്പോൾ ഭയങ്കര സുഖമാണല്ലോ. എല്ലാവർക്കും പെൻഷൻ, റേഷൻ, സപ്ലൈക്കോ ഒക്കെ ഭയങ്കര ഇതാണല്ലോ. പിന്നെ ഇവിടുത്തെ MP ഇവിടുത്തെ കിട്ടിയ ഒക്കെ, അതായത് അവർക്ക് അനുവദിച്ച ഫണ്ട് പോലും നേരാവണ്ണം ഉപയോഗിച്ചിട്ടില്ല. അവർക്കൊരു MP-ക്ക് ഒരു 17 കോടി രൂപയാണ് അനുവദിക്കുന്നത്, അതുപോലും നേരാവണ്ണം അവർ വിനിയോഗിച്ചിട്ടില്ല. ഹൈമാസ്റ്റ് വികസനം ചോദിച്ചാൽ ആകെ കാണിക്കുന്ന ഹൈമാസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കാര്യമില്ലല്ലോ. ബാക്കി ഒരു ഇത്ര വർഷമായിട്ട് 5 വർഷം MP ആയിരുന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിന് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. അതേമാതിരി സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണ്. കഴിഞ്ഞ 10 ഇതായിട്ട് ഭരിക്കുന്ന 2 ടേമായിട്ട് ഭരിക്കുന്നവർ തികഞ്ഞ പരാജയം തന്നെയാണ് സംസ്ഥാന സർക്കാർ. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഭരിക്കാൻ അറിയാൻ നോക്കണ്ടേ, പിന്നെ ഇപ്പം എന്താ, നല്ലോണം ഭരിക്കാൻ അറിയാൻ നോക്കണം, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ. പിണറായിജിൻ്റെ ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പം പിന്നെ ഇതാണെന്ന് പറയണ കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ രാഷ്ട്രീയപരമായിട്ടൊന്നും എനിക്കറിയില്ല. വോട്ടില്ല, വോട്ട് ചെയ്യുന്നില്ല. കർമ്മത്തിന് വോട്ട് ചെയ്യുന്നത് ചുമ്മാ വെറുതെ വോട്ട് ചെയ്യാന്നിട്ട് രാജ്യത്ത് തമ്മിലടി. അതാണ് സമാധാനം വേണ്ടേ രാജ്യത്ത്, അതില്ലല്ലോ. എന്ത് ചെയ്യാൻ? നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? കാര്യമില്ല. കഴിഞ്ഞ 5 വർഷം പോക്കാം LDF സർക്കാർ. നമുക്ക് അവർ ജയിക്കാണ്ടേക്ക് എന്തോ ചൂട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം. അവരാരും ജയിച്ചാൽ നമുക്കൊരു കാര്യമില്ല. പിന്നെ നമുക്ക് കാര്യമില്ല. പിന്നെ LDF വന്നപ്പോൾ എനിക്ക് KL കിട്ടി, പിന്നെ വീട്ടു നമ്പർ കിട്ടി. പുതുക്കോട് പഞ്ചായത്ത് നമ്മൾ കുറേ കോൺഗ്രസ് പുതുക്കോട് പഞ്ചായത്ത് 10-12 കൊല്ലം ഭരിച്ചു. നമുക്ക് അന്നൊന്നും കഴിയാത്ത സാധനങ്ങൾ ഇപ്പോൾ ഇവർ കയറിയ 3 കൊല്ലത്തിനുള്ളിൽ നമുക്ക് കിട്ടി. വികസനം കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി വരണമെന്ന് ആഗ്രഹമുള്ളത്.
പിന്നെ സമൂഹത്തിന് വേണ്ടി നല്ലതൊക്കെ ചെയ്ത് അതിന് അങ്ങനെയുള്ള ആളാണ് വേണ്ടത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നാലും കുറച്ചുകൂടെ നല്ലതാക്കാൻ ഇനിയും ഉണ്ട്. അതാണ് എനിക്ക് കാണുന്നത്. വാർത്തയൊക്കെ വായിക്കാറുണ്ടോ? ചിലപ്പോൾ മാത്രം യൂട്യൂബിൽ കാണും. വാർത്തകളിലൊന്നും ഇതൊന്നും അറിയുന്നില്ലേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം? ഞാൻ അറിയുന്നുണ്ട്, പലതും അറിയുന്നൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഉള്ള ഭരണം മാറിയാൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് തോന്നുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകനാവുമ്പോൾ എല്ലാവരോടും നല്ല രീതിക്ക് പെരുമാറണം എന്നുള്ളതുണ്ട്. എന്നാലും എനിക്കറിയത്തില്ല അവരെ പറ്റിയൊക്കെ പറയാൻ നമ്മളെ. എന്നാലും നമ്മൾ പറഞ്ഞപ്പോൾ അവരനുസരിക്കാൻ പോകുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്തിനാ പറയുന്നത്. ഒരു ഇലക്ഷൻ വരുമ്പം ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെയാന്നാ അവിടെ ആ പഞ്ചായത്തിൽ നല്ലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എവിടെയാണ്? നെന്മാറ, ഇവിടെ ചേരാമംഗലത്ത്. എന്തൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? വികസനം തന്നെയാണ് നാടിനുള്ള, അഴിമതിക്കെതിരെ അതെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഭരണം ഇപ്പോൾ വ്യക്തിപരമായിട്ടല്ലേ പറയാ, പാർട്ടി ബേസ് അല്ലാണ്ട് ഭരണം മോശമാണ്. പെൻഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ കർഷകരുടെ കാര്യങ്ങളൊക്കെ. ഇനി നല്ല ഭരണമുള്ളവർ വരുന്നു വിചാരിക്കുന്നു. പ്രതീക്ഷകൾ പറഞ്ഞാൽ നല്ലൊരു ഭരണം കേന്ദ്രത്തിൽ വരണം. ഇപ്പോഴുള്ള ഭരണം പറഞ്ഞാൽ നമ്മൾ ഗ്യാസിന് പിന്നെ പെട്രോളിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അന്ന് കയറുമ്പോൾ 454 ആയിരുന്നു, ഇപ്പോൾ 1700 ചില്ലറയെ. ഇലക്ഷനായപ്പോൾ അവരിത്തിരി വില കുറച്ചു. അപ്പോൾ അതിലേക്ക് ഒരു മാറ്റം വരണമെന്നാണ്. എല്ലാവർക്കും നല്ലപോലെ, അതായത് നല്ലത് ചെയ്യുന്ന, അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരിനെ തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. നോക്കി കാണുന്നത് അയ്യോ, ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും പോകാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. സ്ഥാനാർത്ഥി ആയിരിക്കണം നമുക്ക് വേണ്ടത്. നമ്മളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നന്നായിട്ട് പോകണമെന്നല്ലേ ഉണ്ടാവുള്ളൂ. അതങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. റോഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? ഇപ്പോൾ ഭരണം പറഞ്ഞാൽ നമ്മൾക്കെന്താ അറിയുക, ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ഉള്ളിലേക്ക് തള്ളിയ ആൾക്കാരാണ്, ടൗണിലൊന്നും അല്ല. ഞങ്ങൾ പെൻഷനൊക്കെ കിട്ടുന്നു? കിട്ടും. എത്ര നാൾ കൂടുമ്പോൾ കിട്ടും പെൻഷൻ? അത് ഇപ്പോൾ കുറച്ച് വൈകി, എന്തെങ്കിലുമൊക്കെ മാസം മാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ ചുറ്റുപാടൊക്കെ കിട്ടുന്നുണ്ട്, അവിടെയൊന്നും കുഴപ്പമില്ല. വെള്ളമൊക്കെ ധാരാളം ഉണ്ട്. അമ്മയ്ക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടോ? എനിക്ക് ഞങ്ങളുടെ വീട്ടിലെല്ലാതും ഉണ്ട്. നല്ലതായിരിക്കണം വിചാരിക്കണം. നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഒരു ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല വിചാരിക്കണം. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, പെൻഷൻ ഞാൻ ക്യാൻസർ രോഗിയാണ്, എനിക്ക് അതിൻ്റെ കൂടി പൈസ വരുന്നില്ല. അപ്പോൾ എത്ര നാളായി കിട്ടിയിട്ട്? 5 മാസമായി. അതും കൂടി 1000 ഉറുപ്പ്യ വരുന്നുണ്ടായിരുന്നു, അത് വരുന്നില്ല. പെൻഷൻ ആയിട്ടില്ല. വലിയ ദുരിതത്തിലാണോ? ദുരിതത്തിൽ തന്നെ. മരുന്നൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നത്? മരുന്ന് ഇതാ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഷുഗറും ഉണ്ട്. ഇനിയൊക്കെ അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പ്രശ്നമാണോ? അത് പെൻഷനും എലക്ഷനും വോട്ടും ഒക്കെ ബെർത്തിട്ടായിരിക്കും. മിണ്ടാടി ഇരി മകനെ എന്നാ പിടി ഒക്കെ എലക്ഷന് വരുമ്പോൾ ഒക്കെ ഒക്കെ എലക്ഷന് വരുമ്പോൾ ഒക്കെ അപ്പ ജാമി അമ്മ ചേച്ചി പെങ്ങളെ കേട്ടാ അവരെ പറയും. അത് കഴിഞ്ഞല്ലേ അവർ നമ്മ പോകുമ്പോൾ കണ്ണു ഉറക്കം ചെമ്മിക്കൊണ്ടിരിക്കും. ഇല്ല, അച്ഛനുമാനും മിണ്ടാണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ തൊഴിലുറപ്പും പാടത്ത് പണിയൊക്കെ ചെയ്ത് കഴിയുന്നു. അച്ഛനും മോനും എന്ത് പറ്റി? അച്ഛൻ വയസ്സായി, പണിക്ക് പോകില്ല. 75 വയസ്സ്. മോനെ പിന്നെ അവനെ ഇത്തിരി വയ്യാണ്ട് ഇരിക്കുകയാണ്, അത് കാരണം പണിക്ക് പോകില്ല. പണിക്കൊക്കെ പോയതാണ്, ഇപ്പം കുറേ ആയി പിന്നെ വയ്യാണ്ട് പണിക്ക് പോകില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, അവനെ വെയിലത്ത് പണിയെടുക്കാണ്ട്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സ്. ഞാനൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ പറച്ചിലിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. പബ്ലിസിറ്റി ആയിട്ടൊന്നും പറയണ്ട പറഞ്ഞിട്ടേ. ഇലക്ഷൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ ജയിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ നോക്കൂ? അതെ, എപ്പോഴും നമ്മൾ കാണാറുള്ളത് തന്നെയല്ലേ. നമ്മൾ നോക്കും എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മളെ വോട്ട് ചെയ്യുന്നത്. നമ്മളുടെ എന്താ പറയുക, ഒരു അവകാശമല്ലേ, അത് കാരണമല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവരിപ്പോൾ നമ്മളെ നോക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ വോട്ട് ചെയ്യില്ലല്ലോ. ഇപ്പോഴത്തെ ഭരണമൊക്കെ അത് തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ പറയുക, രക്ഷ സാധാരണക്കാർക്കൊന്നും രക്ഷ.
പണിയെടുത്ത് ജീവിച്ചാൽ അത്ര തന്നെ, നമുക്ക് പണിയെടുത്ത കൂലി കിട്ടും, അത്ര തന്നെ. അതന്നെ ഭരണം പല തലത്തിൽ പല അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്, ഒക്കെ കണ്ടറിയാനേ പറ്റുള്ളൂ. സാധാരണക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ? എന്ത് ഗുണം കണക്ക് തന്നെ. ഒരാൾ വന്ന് അതി വെച്ച് ഒരു മേനമുട്ട അതി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഒരാൾ വരുമ്പോൾ ഒരു മനോമുട്ട അധിയുണ്ട്, അവിടെ പോകണം ഇവിടെ പോകണം, ഒരു കടലാസ് നിനക്ക് 9 ദിവസം മെനക്കെട്ട് ഓടണം ആവശ്യമില്ലാത്ത, എന്നിട്ട് അത് റദ്ദാക്കി എന്നും പറയും. ഈ മനുഷ്യനെ പിപ്പിരിയാക്കുകയും ചെയ്യും. ഇതൊക്കെ എന്നല്ലേ ഭരണം. ഇലക്ഷൻ ചൂടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ നമ്മളിപ്പോൾ ഈ ഡ്യൂട്ടിയിലായ കാരണം പൊതുവായിട്ടുള്ള ഇതൊന്നും കാണാറില്ല, അതിൻ്റെ ഇതൊന്നും കാണാറില്ല. ഈ ബസ്സുകളിൽ രാഷ്ട്രീയ ചർച്ചയുണ്ടോ? ഇല്ല, ബസ്സിലൊന്നും രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇപ്പോൾ ആരും പറയാറൊന്നുമില്ല. ഇല്ല, അതിനുള്ളതൊന്നുമില്ല തന്നെയല്ലേ. ആളില്ല, മോശമാണ്. ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെയല്ലേ പ്രശ്നങ്ങൾ, അതിൽ തന്നെയല്ലേ ഇന്ധന വർധനയിൽ തന്നെയല്ലേ എല്ലാം വരുന്നത്. ഈ മണ്ഡലത്തിൽ എന്തൊക്കെ വികസനങ്ങൾ വരണമെന്ന് ആഗ്രഹം? മണ്ഡലത്തിൽ വികസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാതെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. വികസനങ്ങൾ വേണം, ആവശ്യമാണല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ഭരണമൊക്കെ മോശമായിരുന്നു. ഇപ്രാവശ്യം LDF വരും വിചാരിക്കുന്നു, ശരിയാകും. എല്ലാം ശരിയാകുമെന്നാണ്. അതെ. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണമുണ്ട്, പിണറായി സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? നല്ല ഭരണമാണ്, അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാം അവർ തയ്യാറാണ് പറഞ്ഞല്ലോ. പൊതുവേ സർക്കാരിൻ്റെ കയ്യിൽ പൈസൻ്റെ കൊറോണ വന്നു, പ്രളയം വന്നു, ഒരുപാട് പൈസ ചിലവായി. അതിൻ്റെയൊക്കെ കുറച്ച് ടൈറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഇതാണ്. അല്ലാതെ നല്ല ഭരണമാണ്. നല്ല ഭരണം വേണം, പരിസരവാസികൾക്ക് നമുക്ക് നാട്ടുകാർക്കൊക്കെ നല്ല ഭരണം വേണം. നമുക്ക് സഹായം സഹകരണം കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. അതെ, നിലവിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഒരു ലെവലിൽ പോകുന്നുണ്ട്. ഇതിന് വെച്ച് നല്ലൊരു ഭരണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം? മോശം പറയാൻ അത്ര മോശമില്ല, എന്നാലും ഇതിലെ വെച്ച് പ്രതീക്ഷിക്കുന്നു. പെൻഷനൊക്കെ പെൻഡിങ്ങിലാണ്, കിട്ടുന്നില്ല. ഇപ്പോൾ ഈ മാസത്തെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എലക്ഷൻ ചൂട് അങ്ങനെ പോണോ? ഇവിടെ ഒന്നും കാര്യം ചൂടൊന്നുമില്ല. ഇവിടെ വെയിലിൻ്റെ ചൂടുള്ളൂ, വെയിലിൻ്റെ ചൂടുള്ളൂ. എലക്ഷൻ്റെ ചൂടൊന്നും കാര്യമായിട്ടില്ല. എങ്ങനെയുള്ള സ്ഥാനാർത്ഥി വരണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അത് ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് 3 പേരിൽ ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ പണിയെടുക്കണം, നമ്മൾ കഴിയണം. 3 പേര് ആര് ജയിച്ചാലും നമുക്ക് വിഷയമില്ല. ബസ് തൊഴിലാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. വലിയ വിഷയമൊന്നുമില്ല. റോഡിൻ്റെ വികസനം എങ്ങനെയാണ്? ആലത്തൂര് നമ്മുടെ വഴിക്കുള്ള റോഡൊന്നും വലിയ പ്രശ്നമില്ല. റോഡുകളൊക്കെ ഒരുവിധം നല്ല റോഡാണ്. അപ്പോൾ ഈ റോഡ് തന്നെ കണ്ടില്ലേ, നല്ല റോഡാണ്, യാതൊരു പ്രശ്നമില്ല. അത് MLA ഫണ്ടിൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പണിക്കാരനാണ്. നമുക്ക് എല്ലാ രാഷ്ട്രീയക്കാരും വേണം, എല്ലാവരും വേണം, മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ ഏതിലും തൃപ്തിയാണ്. പ്രതീക്ഷകൾ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. കുറച്ചുകൂടി നല്ലൊരു ഭരണം പ്രതീക്ഷിക്കുന്നു. നിലവിലെ ഭരണം എങ്ങനെയുണ്ട് സംസ്ഥാന സർക്കാർ? മോശം അഭിപ്രായമില്ല, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആവാൻ ജനങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ടോ? ഇല്ല എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. ഇതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്, പക്ഷെ കൊടുത്തിട്ടും കാര്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. കുറച്ചുകൂടി നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടണമെന്നുണ്ട്. ഇപ്പോൾ പലചരക്ക് സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കൂടി വരികയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഭരണം പ്രതീക്ഷിക്കുന്നു. ഉണ്ട്. എവിടെയാണ്? ആലത്തൂരാണോ? ആലത്തൂർ. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഒരു സ്ഥാനാർത്ഥിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്? അങ്ങനെ ചോദിച്ചാൽ അത്യാവശ്യം നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അത് ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാർക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ലേ? ഏറെക്കുറെ. എന്താ ഇവിടെ കാക്കൂര്? എന്തൊക്കെയാണ് അമ്മ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന്? എങ്ങനെയുള്ള ആളാവണം?
അങ്ങനെയുള്ള ആളെ തന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്ന ഒരാളായിരിക്കും. നല്ല സ്ഥാനാർത്ഥിയായിരിക്കണമല്ലോ. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? അതൊരു പരാജയം തന്നെ പറയാം. എന്താണ് അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അവരെന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ജനങ്ങളുടെ കയ്യിൽ എത്തുന്നോ എന്നുള്ള കാര്യങ്ങൾ വളരെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുക. നമ്മുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തന്നെയായിരിക്കും. ഇല്ല, എല്ലാ ഭാഗത്തും 450 സീറ്റ് BJP വരട്ടെ. കേരളത്തിൽ 20 വരട്ടെ. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടാ, ഒരു പാർട്ടിയോട് താല്പര്യത്തെ വ്യക്തി ഞാൻ ഇന്നലെ ആയിപ്പോയതാണ് കേട്ടോ. അവരുടെ എല്ലാവരുടെയും അത് നമ്മൾ ജനങ്ങൾ വീണ്ടും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് ആരോടും താല്പര്യമില്ല. മര്യാദയ്ക്ക് മനോ ജോലിക്ക് വരിക, കഴിഞ്ഞു കൂടുക, അത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഇവിടെ ഒരു പാർട്ടിയും വേണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. അതായത് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ജനങ്ങളെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? വളരെ മോശമാണ്. അതായത് ഒന്നാമത്തെ സർക്കാർ കുഴപ്പമില്ലായിരുന്നു, അതിൻ്റെ പേരിൽ ഞാൻ വരെ വോട്ട് കൊടുത്താണ്. രണ്ടാമത്തേത് വളരെ മോശമാണ്. ഇത് എന്താ പറയുക, ഒരുമാതിരി ഗുണ്ടായിസം പോലെയല്ല ആണ്. നമ്മൾക്ക് നമ്മുടെ അഭിപ്രായം പോലും അവരോട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. മൊത്തത്തിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ ഈ ഇലക്ഷനെ ബാധിക്കില്ല. അത് തീർച്ചയായും ബാധിക്കും. പക്ഷേ ഇപ്പോൾ ആരെയും ഒന്നും എടുത്തു പറയാൻ പറ്റുന്നില്ല. സംസ്ഥാന സർക്കാരുടെ ഒരു അഭിപ്രായം പോയതുകൊണ്ട് ഇപ്പോൾ രാധാകൃഷ്ണൻ എന്താണെന്നറിയില്ല. എന്തായാലും എനിക്ക് ആരോടും താല്പര്യമൊന്നുമില്ല. എന്തോ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾക്ക് അവരാരും എന്തായിട്ട് ഞങ്ങൾക്ക് ഉപകാരമൊന്നുമില്ല. വെറുതെ പോയി വോട്ട് ചെയ്യുവാണ്. അപ്പോൾ വോട്ട് ചെയ്യാമെന്ന് മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് ഒരു ഉപകാരം ചെയ്തു തന്നിട്ടില്ല ആരും. പിന്നെ ഇപ്പം എന്താ കാര്യം? ചെയ്യണോ വേണ്ടതെന്നാണോ ഇപ്പം ഞാൻ ചെയ്യണ്ടത് ആലോചിച്ചിരിക്കുക. ആര് ജയിച്ചാലും ജയിച്ചവരുടെ കൂടെ നമ്മൾ ആര് ജയിക്കണമെന്ന് ഇപ്പോൾ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന ആൾ ജയിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ അതന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ നിലവിലെ സർക്കാരിൻ്റെ ഭരണം? കുഴപ്പമില്ല. എന്നാലും ജനങ്ങൾക്ക് പെൻഷനൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പോൾ. അതൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ പ്രതീക്ഷയൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്. വയസ്സും പ്രായമായ ആൾക്കാർ ഇന്ന് കിട്ടും നാളെ കിട്ടും പറഞ്ഞിട്ടല്ലേ അവർ ഇരിക്കുന്നത്. അവർക്കൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. ഒരു മാസത്തേലതപ്പോൾ ഈ ഇടയിലൊക്കെ ഒരു മാസത്തെ വന്നു. ഇനിയിപ്പോൾ വിഷുവായിട്ടൊക്കെ വരും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാ വേണ്ടില്ല എന്നൊക്കെ ഉണ്ട്. വലിയ ദുരിതത്തിലാണോ? അല്ല, എന്നാലും അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ട് പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് തന്നെയാണ് കൂടുതലുള്ളത്. വരുമാനം തന്നെ കുറവ്, അതേപോലെ പണിയൊക്കെ കമ്മിയല്ലേ. അപ്പോൾ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞ പോലെ എല്ലാം കൂടുതൽ തന്നെയാണ് വരുന്നത്. നല്ല ഭരണം, അത്ര തന്നെ വികസനം, സ്ത്രീകൾക്ക് മുൻഗണന, സെക്യൂരിറ്റി ഇല്ലായ്മ പ്രധാനപ്പെട്ടത്, സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലായ്മ, ട്രെയിനിൽ നിന്ന് വീണവർക്കൊക്കെ ഒന്നവർക്കുമൊക്കെ നമ്മുടെ കോടതി അവരെയൊക്കെ വെറുതെ തീറ്റിപ്പോയിരുന്നു. അതൊക്കെ വീണ്ടും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതൊക്കെ തന്നെ പറയാനുള്ളത്. അതൊക്കെ ഒരു മാറ്റം വേണം. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല. കണ്ടക്ടറാണോ? അതെ. എങ്ങനെയുണ്ട് തൊഴിൽ? കാര്യമില്ല, മോശമാണ്. എന്താണ് ആളുകളില്ലാത്തത്? ആളുകൾ തീരെയില്ല. ലോകം ഓടുന്ന വണ്ടിയാണ്, തീരാളില്ല. ഗുരുവായൂരിന്ന് ഒലിപ്പാലത്തുമ്പോഴേക്കും 3000-3500 രൂപ കിട്ടാറ്. അത്ര കിട്ടുന്നുള്ളൂ. നേരത്തെയൊക്കെ എത്ര കിട്ടുമായിരുന്നു? ഒരു 6500 കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷയില്ലാത്ത ജീവിതമാണോ? അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതം. ഈ സർക്കാരിൻ്റെയൊക്കെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ഏറ്റവും മോശമായ ഭരണമാണ് ഈ സർക്കാരിൻ്റെ. ഇനി ഒരിക്കലും വരാൻ പാടില്ല. ഇവർ ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ എല്ലാ മേഖലയും പ്രശ്നമാണ്. തരിപ്പടി സ്ഥാനാർത്ഥികൾ കിട്ടുന്ന വെച്ചാൽ മുൻ സ്ഥാനാർത്ഥിയെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് എല്ലാം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഈ സ്ഥാനാർത്ഥിയെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷയോടെ ഞങ്ങളുടെ പ്രതീക്ഷ നേരത്തെ തരുന്ന കണക്ക് കൂട്ടണു. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം സൂപ്പർ തന്നെയല്ലേ. ആർക്കും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ പറയാം, പക്ഷേ തെറ്റ് പറയാൻ പറ്റില്ല. അത്രയും നല്ല ഭരണമാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ. അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ കാര്യത്തിലും മുമ്പ് എന്തെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു ഇതാണല്ലോ. പെൻഷൻ കിട്ടിയില്ല, പെൻഷൻ കിട്ടാനുണ്ട്, കാശ് കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നുണ്ട്. അവിടെ കൊടുത്തില്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെ കടവ് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കാറുണ്ടല്ലോ. അമ്മ എന്താണ് ചിരിക്കുന്നത്? നല്ല ചിരിയാണ്. ഈ പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? കറക്റ്റായിട്ടൊന്നും കിട്ടില്ല, ഇടയിലൊന്നും കിട്ടിയിട്ടില്ല.
പ്രതീക്ഷയുണ്ട്, ഇനി കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടുമായിരിക്കും. കിട്ടുക കണ്ടോ അറിയില്ല. അപ്പോൾ കന്നിവോട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ കാണുമല്ലോ. നമ്മൾ കൊടുക്കുന്ന സ്ഥാനാർത്ഥിക്ക് ചില ഗുണങ്ങളൊക്കെ വേണമെന്ന്. എന്തൊക്കെ ഗുണങ്ങളാണ് ആഗ്രഹിക്കുന്നത്? എന്താ മീൻസ് ഇങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ ചെയ്ത് അങ്ങനെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇപ്പോൾ നമ്മളെന്തെങ്കിലും പരാതിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ നല്ല രീതിക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാതിനിധ്യം വേണോ? വേണം. ഇപ്പം നമുക്ക് നൈറ്റൊന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നൈറ്റ് മാത്രമല്ല, പകലാണെങ്കിലും അത്ര സേഫ്റ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ല മീൻസ് നല്ല നടപടി എടുക്കാം, അങ്ങനെയൊക്കെ. തിരഞ്ഞെടുപ്പച്ചോടെ അതിൻ്റെ രീതിയിൽ പോകണം. ഇപ്പോൾ വെയിലേക്ക് ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും എടുക്കാനും പറ്റാത്ത സ്ഥിതിയാണ് പറയണത്. അല്ല, ചിറ്റൂരിൽ നല്ല വികസനങ്ങൾ വരേണ്ടതാണല്ലോ. ഇപ്പോൾ നമ്മൾ പറയാൻ ചിറ്റൂർ തന്നെ ഉള്ളത്, കുറച്ചുകൂടി വികസനങ്ങളൊക്കെ നിറയെ ചിറ്റൂരിലേക്ക് വേണ്ടത്. മറ്റുള്ള സ്ഥലങ്ങളിലുള്ള മാതിരിയുള്ള വികസനം ചിറ്റൂരിലേക്കില്ല. കുറച്ച് കൂടുതൽ ചിറ്റൂർ വികസനങ്ങൾ വരേണ്ടതാണ്. അതൊക്കെ നോക്കിയിട്ടാവും വോട്ട്. അല്ല, അത് ഓരോരോ ആൾക്കാരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ വോട്ട്, അതിനനുസരിച്ച് വോട്ട് ചെയ്യാന്നുള്ളത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ എല്ലാവരും സെയിമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ആർക്കും മുൻപോക്കെ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. മണ്ഡലത്തിന് ആവശ്യം എന്തൊക്കെയാണ്? മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റൂരിലെ ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുവിധം ഒരു പരിധിവരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? അത് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും മറ്റുള്ളത് നോക്കുമ്പോൾ ഭയങ്കര ആരെയും കുറ്റം പറഞ്ഞതും കാര്യമില്ല. ഇപ്പോഴത്തെ നമ്മുടെ ലെവൽ അങ്ങനെയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം, അല്ലാതെ സ്വന്തം കാര്യം നോക്കുന്ന ഒരാളാവാൻ പാടില്ല. ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്നത് കുറേ ഇപ്പോൾ വിലക്കയറ്റം കൂടുന്നുണ്ട്, ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കണം. പക്ഷേ അത് മറ്റു പാവപ്പെട്ട ആൾക്കാരെയാണ് ബാധിക്കുന്നത്, അത് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഗ്യാസിൻ്റെ വിലയായാലും അങ്ങനെ കുറേ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ അഴിമതി നമ്മുടെ കേരളത്തിന് കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്ഥലത്ത് BJP ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലും കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് അവഗണന കിട്ടുന്നുണ്ട്. പിന്നെ LDF കുഴപ്പമില്ല. എനിക്ക് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. UDF ഒക്കെ വന്നാലും എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയണമല്ലോ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആയിട്ടില്ല, ചൂടായിട്ടില്ല. നിങ്ങളുടെ ഈ യാത്രകളിൽ ചർച്ചയൊക്കെ തുടങ്ങിയോ? യാത്രക്കാരൊന്നും പറയുന്നത് കേൾക്കില്ല കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ഇല്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് പ്രൈവറ്റ് ബസ്സല്ല. എന്തൊക്കെയാണ് കേട്ടാ, ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയക്കാറ്റ് എങ്ങോട്ടാണ്? രാഷ്ട്രീയം പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ. എങ്ങനെയുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം? കുഴപ്പമില്ല. കേന്ദ്ര സർക്കാരിൻ്റെയോ? കേന്ദ്ര സർക്കാർ അതിവിടെ നന്നായിട്ടുണ്ട്. ഓ, നമ്മുടെ ഈ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? വികസനമെല്ലാം ഉണ്ട് ഇപ്പോൾ, അതേപോലെ തുടർന്ന് പോകണം. പ്രതീക്ഷ രാധാട്ടൻ ജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. രാധാട്ടൻ ജയിക്കും. രമ്യ ഹരിദാസ് നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് കണ്ട തന്നെയാണ്. പിന്നെ അതിനുശേഷം ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടില്ല. ഏത് മണ്ഡലത്തിലും വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ രാധാട്ടൻ എന്തായാലും ജയിക്കുന്ന തന്നെയാണ് 100% ഉറപ്പിച്ച് പറയാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രീതിക്ക് പോകുന്നുണ്ട്. അതെ, കുഴപ്പമില്ല. പെൻഷൻ കൊടുക്കുന്നില്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല, അതൊക്കെയോ? ശമ്പളത്തിൻ്റെ ഒരു നിലപാട് തീരുമാനത്തിലെത്തും, എന്തെങ്കിലും ഉണ്ടാവും തന്നെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രി ഇരട്ടച്ച അങ്ങനല്ലേ, അടിപൊളിയല്ലേ? അതെ, തീർച്ചയായും. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം കുഴപ്പമില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ മൂപ്പര് രാഷ്ട്രീയപരമായിട്ടല്ല, വ്യക്തിപരമായിട്ട് എല്ലാ ആളുകൾക്കും നല്ല തന്നെയാണ്. മൂപ്പര് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, എല്ലാ കാര്യങ്ങളും അടിപൊളിയായി ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയക്കാർ, ഞാൻ CPM-കാരനാണ്. അതിനുപരി നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടി തന്നെയാണ് ഞാൻ. അങ്ങനെ കുഴപ്പമില്ല, അടിപൊളിയാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് നോക്കുക? വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഇത് നമുക്ക് ആദ്യമായിട്ട് ജയിക്കണം, അത്ര നോക്കുള്ളൂ. സ്ഥാനാർത്ഥിയുടെ ഗുണം ആദ്യം നോക്കും, പിന്നീട് പാർട്ടി നോക്കുള്ളൂ. ചൂടറിയാലോ ഇവിടുത്തെ. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തുന്നില്ലെന്ന് പറയാനില്ല, പക്ഷെ ചില സമയങ്ങളിൽ ദൗർലഭ്യമുണ്ട്. നമ്മളൊരു ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടേ ചെയ്തുള്ളൂ. അത്രേ ഉള്ളൂ. അതുതന്നെയാണ് ഒരാളുടെ വ്യക്തിയുടെ ഗുണം തന്നെ നോക്കുക. വോട്ട് ചെയ്യണോ വേണ്ടിയെന്ന് ആദ്യം ആലോചിക്കണം. ഇല്ല, നമുക്കിപ്പം വോട്ട് ചെയ്തിട്ട് വലിയ ഗുണങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്? വോട്ട് ഇല്ലാത്തത് വല്ലാത്ത ഒരു ഇതായി പോയി. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വാർത്തകളൊക്കെ കാണുന്നതാണ്.
ഞാനതിന് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുമോ? ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായം കൊണ്ട് എന്താ ഗുണം പറയാൻ? പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല എനിക്ക്. എന്തൊക്കെ കാര്യങ്ങൾ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്താണോ ചെയ്യുന്നത്, നമ്മളോടൊപ്പം സഹകരിക്കുന്നത്, അവരോടൊപ്പം നിൽക്കുക. കുഴപ്പമില്ല, നല്ല സർക്കാർ പെൻഷനൊന്നും കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർ. എന്നെ പിന്നെ കിട്ടാൻ തുടങ്ങിയില്ല. ഇപ്പം ഗഡു കൊടുക്കാനുള്ളത് ഇന്ന നാളായിട്ട് കൊടുക്കാൻ തുടങ്ങുമല്ലോ. ഒരുപാട് നാൾക്ക് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളൊക്കെ അവർ തീരുമാനിച്ചത് എന്തായാലും നിറവേറ്റി കൊടുക്കും. ആ ഒരു ഉറപ്പുണ്ട്. ഉറപ്പാണ് LDF. എല്ലാ പബ്ലിക്കിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മൾ പണമോ പ്രതാപമോ അല്ലെങ്കിൽ സ്ഥാനമോ ഒന്നും നോക്കാതെ എല്ലാവരുടെ കാര്യം ഒരുപോലെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അറിഞ്ഞുകൊണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് അതിന് വേണ്ട ചെയ്തു കൊടുക്കുക. അത്ര എനിക്ക് പറയാൻ. നമുക്ക് എന്താ ഉപകാരമൊക്കെ ചെയ്യുന്നത്, ആരൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, എന്ത് ആനുകൂല്യങ്ങൾ എങ്ങനെയൊക്കെ കിട്ടുക, എന്തൊക്കെയാണ് നമുക്ക് ആനുകൂല്യം കിട്ടുന്നത്, അവർക്ക് നമുക്ക് വോട്ട് കൊടുക്കുക. ഈ ഭരണം മികച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഗവൺമെൻറ്റിൽ പൈസയൊന്നും ഇല്ല പറയുന്ന തോന്നും. അവർ നടത്തിയ ഭരണ കാര്യമായി നടത്തിയ മുന്നേറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വികസനങ്ങളാണ് ആവശ്യം? വികസനങ്ങളെന്ന് പറയുമ്പോൾ സാധനങ്ങൾക്കുള്ള വിലയും നമ്മുടെ ജീവിത ചെലവ് ഉയർന്നതും എല്ലാം നമുക്കിപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഗവൺമെൻറ് സ്റ്റാഫാണ്, അപ്പോൾ അതിന് നിഷ്പക്ഷമായി പറ്റില്ല. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാവും വോട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളമൊക്കെ മുടങ്ങി. അതെ, ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് തന്നെ ഡൗട്ടാണെന്നൊക്കെയാണ് പറയണത്. അറിയില്ല. ശമ്പളം കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ, പക്ഷേ കിട്ടേണ്ട DAയും കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണല്ലോ. 21 വർധനവ് ഇനിയിപ്പോൾ കിട്ടുമോയെന്നറിയില്ല. പെൻഡിങ് ഉണ്ടല്ലോ. 21% കിട്ടേണ്ട സ്ഥാനത്ത് 7% കിട്ടുള്ളൂ. PSC പഠിച്ചാലും ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കയറിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയോജനം പറയുമ്പോൾ പുറമേ നിൽക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി വാവ് ഫീലിംഗ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കുറഞ്ഞു വരികയാണ്. നമ്മൾ കഴിവുള്ളവർ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ കൂടെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ശരിക്കും. നമുക്കൊരു ലീവ് എടുത്ത് പുറത്ത് പോയി ഒരു 5 വർഷം സമ്പാദിച്ചിട്ട് വരാമെന്നുള്ളൊരു ഫീല് വന്ന് തുടങ്ങി. എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജോലി കിട്ടിയത്? 3.5 വർഷം. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ തന്നെ കയറിയതാണ്. സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ തന്നെ കയറിയതാണ്. എന്നാലും കാലതാമസം എടുത്തു. അല്ല, ഇപ്പം അതൊന്നും അത്ര ചിന്തിക്കണില്ല. ഭയങ്കര ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരെ പോയി കാണുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷവും എന്തിനൊക്കെ ഇനി സമരം ചെയ്യണം? നമ്മുടെ വോട്ടവകാശം എന്ന നിലയിൽ വോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആര് വന്നാലും നമ്മുടെ ഇത് ഒരുപോലെ തന്നെയാണ്. അത്രയും പറയാനുള്ളൂ. നിലവിലെ സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? അത് ആര് ഭരിച്ചാലും ഇങ്ങനത്തെ തന്നെ ഉണ്ടാവുക. അത് നമുക്ക് അനുഭവമാണ്. 3 പേരും ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അനുഭവം ഇത് തന്നെയാണ്. അപ്പോൾ ഒരാളെ കുറ്റം പറയാനൊന്നുമില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ്. ആദ്യം തിരഞ്ഞെടുത്തല്ലേ ഒരുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാവരും ഭരിക്കുന്നുണ്ടെങ്കിലും സെയിം തന്നെയല്ലേ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? അതും എല്ലാം എപ്പോഴും ഒരുപോലെ തന്നെയാണ്. ആണ്. അതെ, അങ്ങനെ പ്രയോജനം പ്രത്യേകിച്ച് പറയാനുമില്ല. ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ എന്താ വില കൂടുതലും, എന്താ പറയാനത്. സ്ഥാനാർത്ഥി പറഞ്ഞാൽ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് അതിൻ്റെ വോട്ടായി മാറുന്നതാണ് പ്രതീക്ഷ. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം എങ്ങനെ വിലയിരുത്തുന്നു? ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക്. അത് സാധാരണ ജനങ്ങൾക്ക് ബാധിക്കും. ഞങ്ങൾക്ക് കർഷകനാണ് ഞാൻ. നെല്ലളന്നിട്ട് 6 മാസം 7 മാസം കഴിഞ്ഞിട്ടാണ് പൈസ തരുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് പൈസ കിട്ടുന്നത്. വലിയ പ്രതിസന്ധിയാണ്. ഇത് ആരോടത്ത് പറയും? പറഞ്ഞാൽ ഒരു പ്രതിഫലവും ഇല്ല. ലോക്കൽ നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ ഇതിൽ നിങ്ങൾക്കുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിക്കും. വലിയ സാമ്പത്തിക മാന്ദ്യം വലിയ പ്രശ്നമാണ്.
കർഷകർ വലിയ ബുദ്ധിമുട്ടില്ല. കർഷകർ വലിയ ബുദ്ധിമുട്ടോ പകുതി ഉണങ്ങിയും പോയി. ഇന്ന് വെള്ളം കിട്ടാതെ ആളിയാർ വെള്ളം കിട്ടാതെ പകുതി ഉണങ്ങിയും പോയി. അതൊക്കെ കർഷകൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. ഇതൊക്കെ നോക്കിയിട്ടാകും നമ്മൾ വോട്ട് ചെയ്യുക. അതൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. പൂവ് തന്നെ എങ്ങനെ ഇലക്ഷൻ ചൂട് എങ്ങനെ ഉണ്ട്? ഇലക്ഷൻ ചൂടും ഭയങ്കര ചൂട് തന്നെ. എന്തൊക്കെ നോക്കിയാ വോട്ട് ചെയ്യുക? അങ്ങനെ പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന മോശം കാര്യങ്ങൾ? മോശ കാര്യങ്ങൾ നോക്കിയാൽ എല്ലാം മോശം തന്നെ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, വളരെ മോശം തന്നെ. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം എങ്ങനെയുണ്ട്? മോദിജിയുടെ ഭരണം എങ്ങനെയുണ്ട്? മോദി വലിയ കുഴപ്പമില്ല. അങ്ങനെ പോകുന്നു. കേന്ദ്ര കേരളം കുഴപ്പത്തിൽ